ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മ്യൂസിയമോ? ലോകത്തിൽ പലതരം മ്യൂസിയങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു മ്യൂസിയത്തെ കുറിച്ച് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ നിത്യനഗരം എന്നുകൂടി വിളിപ്പേരുള്ള റോമിലെ ചർച്ച് ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് സഫ്രേജ് എന്ന ദേവാലയത്തിൽ അങ്ങനെ ഒരു മ്യൂസിയം ഉണ്ട്. വത്തിക്കാനിൽ നിന്നും ഏറെ അകലെയല്ലാത്ത ടൈബർ നദിയുടെ തീരത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ലിറ്റിൽ മിലാൻ കത്തീഡ്രൽ എന്നും ഗോത്തിക് ശൈലിയിൽ പണി കഴിക്കപ്പെട്ട ഈ ദേവാലയത്തിന് പേരുണ്ട്. ഈ ദേവാലയത്തിലാണ് മ്യൂസിയം ഓഫ് ദ സോൾസ് ഓഫ് പർഗറ്ററി സ്ഥിതി ചെയ്യുന്നത്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ആശങ്കകൾക്കും തീർപ്പ് ലഭിക്കത്തക്ക വിധത്തിൽ ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള ആത്മാക്കൾ നൽകിയ സന്ദേശങ്ങളും അടയാളങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇത്. ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾക്കും പ്രത്യക്ഷീകരണങ്ങൾക്കും വേണ്ടിയുള്ള മ്യൂസിയം. ഈ മ്യൂസിയം ആരംഭിച്ചതിന് പിന്നില് ഒരു കഥയുണ്ട്. 1897 നവംബർ 15 ഈ ദേവാലയത്തിൽ ഒരു വൻ തീപിടുത്തമുണ്ടായി. ദേവാലയത്തിന് തീപിടിച്ച വിവരമറിഞ്ഞ് വികാരിയച്ഛനും ഇടവകക്കാരും അവിടേക്ക് ഓടിയെത്തി. ആളിപ്പടരുന്ന അഗ്നിജ്വാലകൾക്കിടയിൽ ഒരു മനുഷ്യന്റെ മുഖം വികാരിയച്ഛനും വിശ്വാസികളും കാണുകയുണ്ടായി. തീപിടുത്തത്തിന് ശേഷം ദുഃഖപൂരിതവും കഠിന വേദനകളിലൂടെ കടന്നു പോകുന്നതുമായ ഒരാളുടെ മുഖം ദേവാലയ ഭിത്തിയിൽ കാണപ്പെട്ടു. ഫ്രഞ്ച് മിഷണറി വൈദികനായ വിക്ടർ ജോവൌട്ട് ഇതൊരു അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞു. ശുദ്ധീകരണ സ്ഥലത്ത് പീഡകൾ അനുഭവിക്കുന്ന ആത്മാവാണ് ഇത് എന്നും അദ്ദേഹം മനസ്സിലാക്കി. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരെ പ്രാർത്ഥനയ്ക്കായി സമീപിക്കുന്നുവെന്ന് ഈ സംഭവത്തിലൂടെ അച്ഛൻ മനസ്സിലാക്കി. തുടർന്ന് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനായി അദ്ദേഹം യൂറോപ്പ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. മരണത്തിന് ശേഷം എന്ത്? മരിച്ചുപോയവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെടാറുണ്ടോ? ഇതിന് തെളിവ് തേടിയുള്ള യാത്രയായിരുന്നു തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം. ഈ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് തന്റെ അന്വേഷണത്തെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള നിരവധി തെളിവുകൾ ലഭിക്കുകയുണ്ടായി. പ്രാർത്ഥനാ പുസ്തകം, ശവക്കല്ലറയുടെ മേൽഭാഗങ്ങൾ, കറുത്ത കൈപ്പത്തികൾ, കറുത്ത കുരിശ്, വസ്ത്രം, തലയോട്, ഇങ്ങനെ പലതരത്തിലുള്ളവയായിരുന്നു അവയെല്ലാം. ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മരിച്ചയാളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് ആ അടയാളങ്ങൾ അച്ഛനോട് പറഞ്ഞു. ശുദ്ധീകരണ സ്ഥലം യാഥാർത്ഥ്യമാണെന്നും ശുദ്ധീകരണാത്മാക്കൾ തീവ്ര വേദനയിലൂടെ കടന്നു പോകുന്നവരാണെന്നും മനസ്സിലാക്കിയ അച്ഛൻ താൻ അറിഞ്ഞ കാര്യങ്ങൾ വരും തലമുറയുടെ അറിവിലേക്കായി രേഖപ്പെടുത്തി വെക്കുന്നതിന്റെ ഭാഗമായി ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള മ്യൂസിയം ആരംഭിക്കുകയായിരുന്നു. ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോന്നിനു പിന്നിലും ഒരു ചരിത്രമുണ്ട്. കൂടുതലും 18, 19 നൂറ്റാണ്ടുകളിലെ വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ശുദ്ധീകരണാത്മാക്കൾ ജീവിക്കുന്നവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഈ രേഖകൾ നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച്, മരണത്തിന് ശേഷമുള്ള മനുഷ്യന്റെ വിധിയെക്കുറിച്ച്. അവയിൽ ഒരു സംഭവം മാത്രം എടുത്തു പറയാം. 1731 നവംബർ 1 ടോഡിയിലെ പുവർ ക്ലയസ് മൊനാസ്ട്രി ഓഫ് സെന്റ് ഫ്രാൻസിസിന്റെ ആശ്രമാധിപ ധന്യ മദർ ഇസബെല്ല ഫോർനാരി തന്റെ ജോലി സ്ഥലത്തെ മേശയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം മുൻ ആശ്രമാധിപനായിരുന്ന മരണമടഞ്ഞ ഫാദർ പാൻസിനിയുടെ ആത്മാവ് മദർ ഇസബെല്ലയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. താൻ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ വൈദികൻ മദറിനോട് വെളിപ്പെടുത്തി. അതിന് തെളിവായി അച്ഛൻ തന്റെ അഗ്നി സമാനമായ ഇടതുകരം മേശപ്പുറത്ത് വെക്കുകയും ആ കൈപ്പത്തി മേശയിൽ പതിയുകയും അച്ഛൻ അതിൽ ഒരു കുരിശു വരയ്ക്കുകയും ചെയ്തു. മദറിന്റെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നതിന് മുൻപ് അദ്ദേഹം തന്റെ വലത്തുകൈ കൊണ്ട് മദറിന്റെ കുപ്പായത്തിന്റെ കയ്യിലും സ്പർശിച്ചു. ആ സമയം മദർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾക്ക് പോലും തീ പിടിച്ചു. അഗ്നിബാധയേറ്റതിന്റെ ശക്തമായ അടയാളം പതിപ്പിച്ച പാതിക്കത്തിയ ആ വസ്ത്രവും മേശയിൽ പതിഞ്ഞ കത്തിക്കരിഞ്ഞ കൈപ്പത്തിയുടെയും കുരിശിന്റെയും അടയാളങ്ങളും
ശുദ്ധീകരണാത്മാക്കളുടെ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനകൾ വഴിയും വിശുദ്ധ കുർബാനകൾ വഴിയും ശുദ്ധീകരണ സ്ഥലത്തെ കാലപരിധി കുറയ്ക്കുന്നതിന് കഴിയും എന്ന് പല അനുഭവങ്ങളും നമ്മോട് പറയുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ഈ മ്യൂസിയത്തിന് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണെന്ന് ജീവിച്ചിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുക, മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തുള്ള മറ്റെല്ലാ മ്യൂസിയങ്ങളും വിസ്മയങ്ങളും ചരിത്ര അവബോധവും നൽകി നമ്മെ അറിവുള്ളവരാക്കുമ്പോൾ ശുദ്ധീകരണാത്മാക്കളുടെ ഈ മ്യൂസിയം നമുക്ക് ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശുദ്ധീകരണാത്മാക്കളോടുള്ള സ്നേഹവും അവർക്കായി പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാരവുമായിരിക്കും. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. ജീവിതത്തെ കുറെ കൂടി നല്ല രീതിയിൽ സമീപിക്കുമെന്നുള്ള തീരുമാനവും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ദൃഢനിശ്ചയവുമായിട്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് യാത്ര പറയുന്നതും.